മോളെ, അമ്മേ, മോളെ, നീ ഇവിടെ ഒറ്റയ്ക്കൊന്നും അറിയില്ല. ഞങ്ങൾ ആരും ചേർത്തിട്ടില്ല. നീ അമ്മയുടെ വന്നേ പറ്റൂ. നിന്നെ കൊണ്ട് ചെന്നില്ലെങ്കിൽ അച്ഛൻ എന്നെ പഠിക്കാത്ത കേട്ടത്തില്ല. എന്റെ മോള് വന്നേ പറ്റൂ. ചേട്ടനെ പുറത്തു കൊണ്ടുവരുന്നത് വരെ ഞാനിവിടെ ഇങ്ങോട്ടും വരില്ല. നമ്മുടെ വീട്ടിൽ ചേട്ടന്റെ കൂടെ ഞാൻ വരുള്ളൂ. എന്റെ ചേട്ടനെ ആ മുതലാളി മനഃപൂർവ്വം ചതിച്ചതാണ്. അയാൾ മഹാ ചതിയനാണ് മോളെ. അന്ന് ആ ദുബായിക്കാരൻ കല്യാണം ആലോചിച്ചതും പിന്നെ വേണ്ടെന്ന് പറഞ്ഞതും ഇതെല്ലാം മുതലാളി ഈ ദല്ലാളെ കൊണ്ട് പറയിപ്പിച്ചതാണ്. ഇപ്പൊ മധുവിനെ അറസ്റ്റ് ചെയ്തതിനുള്ള വിവരം അറിഞ്ഞപ്പോഴല്ലേ ദല്ലാളി വിവരം എല്ലാം പുറത്തു പറഞ്ഞത്. എന്റെ പൊന്നുമോൾ അച്ഛനോടും അമ്മയോടും ക്ഷമിക്കും. അമ്മേ, ക്ഷമ ചോദിക്കേണ്ടത് ഞാനാണ്. ഞാൻ നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചു. ആ ചെക്ക് മാറ്റിയത് ആരാണെന്ന് ഞാൻ കണ്ടുപിടിക്കും. അതുവരെ ഞാൻ ഇവിടെ നിങ്ങോട്ടും വരില്ല. അന്നൊരു ദിവസം ഇവിടെ വന്നപ്പോ ചെക്ക് മോഷ്ടിച്ച് ഞാനാണ്. അതെ മലതി, ആ പണം എന്നെ ജീവിതത്തിലെല്ലാം പഠിപ്പിച്ചു. ഞാൻ ഇപ്പൊ തന്നെ സ്റ്റേഷനിൽ പോയി എന്റെ അഴിയെ വിടുവിച്ച് ഞാൻ ജയിലിൽ കിടക്കും. നിന്റെ കണ്ണീര് കാണാനുള്ള ശക്തി ഈ ചേട്ടനല്ലേ. നീ അമ്മയുടെ കൂടെ വീട്ടിലേക്ക് പോ. എന്റെ ചേട്ടൻ വന്നിട്ട് ഞാൻ പോകാൻ പപ്പോട്ട. നിന്റെ ചേട്ടൻ ഇപ്പൊ വരും. അമ്മേ, മാറി നോക്കിക്കോളൂ. ഹലോ, മിസ്റ്റർ വാസുവല്ലേ? നിങ്ങളുടെ പരാതി അനുസരിച്ച് അറസ്റ്റ് ചെയ്ത മധു നിരപരാധിയാണ്. ചെക്കുമാര് പണം തട്ടിയെടുത്തത് പപ്പു എന്ന മറ്റൊരാളാണ്. അയാൾ ഇവിടെ വന്നിട്ടുണ്ട്. അങ്ങനെയാണോ? ഓക്കെ ഇൻസ്പെക്ടർ, താങ്ക് യു. എന്താ മുതലാളി? പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. മധു നിരപരാധിയാണ് കുറുപ്പേ. ചെക്ക് മോഷ്ടിച്ചത് പപ്പുവാണ്. അവൻ പോലീസിൽ സ്വയം കുറ്റം സമ്മതിച്ച് ഇപ്പം കസ്റ്റഡിയിലുണ്ട്. നമ്മൾ കുറച്ച് കൂടുതൽ തെറി കാണിച്ചു. നമുക്ക് മധുവിനോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാം, അല്ലേ? സോറി മിസ്റ്റർ മധു, നിങ്ങൾക്ക് പോകാം. താങ്ക് യു സാർ. എന്താ? മധു സാറിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. സാർ, മുതലാളി ആകെ വിഷമിച്ചിരിക്കുകയാണ്. സാറിന് അത്യാവശ്യം വന്ന് കൂട്ടിക്കൂട്ട് വരാൻ പറഞ്ഞു. ഓ, വരും. മുതലാളി വിളിക്കുന്നു പറഞ്ഞിട്ട് ഇവിടെ? അതെ, ഇവിടെ തന്നെ.
എന്റെ തോമ, നിങ്ങൾ ഇത്ര പേരുണ്ടായിട്ട് അവൻ ഒരുത്തിനോട് അടിയും വാങ്ങിച്ചിട്ട് പോന്നല്ലോ. അവനെ ഞാൻ വെറുതെ വിടില്ല കുറുപ്പേട്ട. നിങ്ങൾ നോക്കിയോ. കുറുപ്പേ, ആശുപത്രിയിൽ പോയി മധുവിന്റെ കാര്യങ്ങൾ അന്വേഷിക്കണം. ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. ശരി മുതലാളി. ദൈവം എന്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് ചേട്ടാ. ആരെന്ത് ദ്രോഹം ചെയ്താലും എന്റെ ചേട്ടനൊന്നും ഏൽക്കില്ല. മാലതി, ഇനിയും അവിടെ ജോലിയിൽ തുടരുമെന്ന് എനിക്ക് ആഗ്രഹമില്ല. വീട്ടിൽ 2 ഫയലുകളുണ്ട്. ഇന്ന് തന്നെ നീ അത് മുതലാളിയുടെ വീട്ടിലെത്തിച്ചേക്കും. ശരി സിസ്റ്റർ, ഞാൻ ഉടനെ വരാം. സിസ്റ്റർ, ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണേ. കുറുപ്പ് ആശുപത്രി പോയോ? പോയി. ഡോക്ടർ എന്ത് പറഞ്ഞു? എല്ലാ കാര്യവും ശരിയാക്കിയിട്ടുണ്ട്. ഭയപ്പെടാനൊന്നുമില്ലെന്നാ ഡോക്ടർ പറഞ്ഞത്. കുറുപ്പേട്ട, നമ്മൾ എന്തിനാ ആവശ്യമില്ലാത്ത പാവം ചുമക്കുന്നത്? എടാ തോമ, തിന്ന ചോറിന് നന്ദി വേണം. ഞാൻ എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. പക്ഷെ മുതലാളി ഇതറിയണ്ടേ? അറിയണ്ട, നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യണം. നീ എന്റെ കൂടെ ഉണ്ടോ? ആ കുറിപ്പെട്ടുണ്ടെങ്കിൽ ഞാനുണ്ട്. എന്നാ വാ. എങ്ങനെയുണ്ട് ഡോക്ടർ? നിങ്ങളെ ഈ നിലയിൽ കാണേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. ഏതായാലും ഇതിനൊരു പരിഹാരം കാണാൻ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. മാലതിയോടെ പോയി. അവളിപ്പോ വരും. വേണ്ട മുതലാളി, നിങ്ങൾ മനുഷ്യന് വിഷം കൊടുത്ത് കൊല്ലണ്ട. മാലതി, വിഷമോ? അതെ, എന്നാര് പറഞ്ഞു? മാലതി, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? എനിക്കറിയാം, ഇത് വിഷമാണ്. ആരും പറഞ്ഞതല്ല. ഇന്നലെ ചേട്ടൻ ഫയലുകൾ കൊണ്ട് കൊടുക്കാൻ പറഞ്ഞില്ലേ? ഞാനിവിടെ ചെന്നപ്പോൾ കുറുപ്പേട്ട, കാര്യങ്ങളെല്ലാം ഭദ്രമായിരിക്കണം. ഒരു വിധത്തിലും ആർക്കും സംശയം തോന്നരുത്. തോമ, നാളെ മുതലാളിയുടെ കൈകൊണ്ട് തന്നെ വിഷം കുടിച്ചവൻ മരിക്കും. പിന്നെ മാലതിയെ മുതലാളി തന്നെ വിവാഹവും കഴിക്കും. മുതലാളിയെ വഞ്ചിച്ചതിന് മുതലാളി തന്നെ പകരം വീട്ടണം. തോമ, എന്റെ മുതലാളിയുടെ മനസമാധാനത്തിന് വേണ്ടി 10 പേര് ചത്താലും എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. അവന്റെ പണി കഴിഞ്ഞാൽ പിന്നെ ആരാണ് മാനേജർ എന്നറിയാമോ? കുറുപ്പേട്ടൻ. ഓ, അതൊന്നും വേണ്ട. എന്റെ മുതലാളിയുടെ മനസമാധാനം മാത്രം മതി എനിക്ക്. നിങ്ങളുടെ വരവും പ്രതീക്ഷിച്ച് ഞാൻ കാത്തിരിക്കുകയായിരുന്നു. മുതലാളി, ഞങ്ങൾ നിങ്ങളോട് എന്ത് തെറ്റ് ചെയ്തു? മുതലാളി, നിങ്ങളിൽ നിന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല. ഞാനും ഇതൊന്നും പ്രതീക്ഷിച്ചതല്ല. സ്ത്രീവർഗത്തെ ഒന്നടങ്കം ഹോമിച്ചാലും തൃപ്തി വരാത്തൊരു അഗ്നികുണ്ഡമായിരുന്ന എന്നെ സ്ത്രീത്വത്തിന്റെ കുളിരേകി തണുപ്പിച്ചത് മാലതിയായിരുന്നു. ഒരിക്കലും ആരുടെ മുൻപിലും ദുർബലനാകാത്ത എന്റെ ദൗർബല്യമായിരുന്നു മാലതി. ആ ദൗർബല്യം എന്നെ രാവും പകലും വേട്ടയാടി. എന്തു ചെയ്തും മാലതി എന്റെ സ്വന്തമാക്കാൻ ഞാൻ തീരുമാനിച്ചു. എന്റെ സ്നേഹത്തിന്റെ ആഴം മാലതിയല്ലാതെ മറ്റൊന്നിനെയും കാണാൻ എന്നെ അനുവദിച്ചില്ല. എന്റെ മനസാക്ഷിയുടെ മുൻപിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ എനിക്കൊട്ടും കുറ്റബോധമില്ല. ഞാൻ ആഗ്രഹിച്ച സ്നേഹിച്ച പെണ്ണിനെ എന്റെ സ്വന്തമാക്കാൻ മറ്റെല്ലാം മറന്ന് ഞാൻ ശ്രമിച്ചു. മധുവും മാലതിയും ഞാൻ പരാജയപ്പെട്ടു എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും, അല്ലേ? വാസു ഒരിക്കലും ജീവിതത്തിൽ തോറ്റിട്ടില്ല. വാസുവിനെ തോൽപ്പിച്ചു എന്ന് അഹങ്കരിക്കാൻ ഞാൻ ആരെയും അനുവദിക്കുകയുമില്ല. ഞാൻ വാസുവാണ്.